തിരുരക്ത അഭിഷേകം ലഭിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാൾ ജൂൺ 12, 13, 14 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പറവൂർ താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. This news brought to you by Kalpaga Weddings, North Paravoor. വടക്കൻ പറവൂരിലെ തിരുരക്ത അഭിഷേകം ലഭിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാൾ ജൂൺ 12, 13, 14 തീയതികളിൽ വിവിധ ആത്മീയ മതപര ചടങ്ങുകളോടെ ആഘോഷിക്കും. 2026 തിരുനാൾ ഈ വെള്ളിയാഴ്ച കൊടികയറ്റത്തോടുകൂടി ആരംഭിക്കുകയാണ്. അന്ന് ഇതിന് രാവിലെ 6:30 മണിക്ക് പതിവ് പോലെയുള്ള തിരുക്കർമ്മങ്ങൾ, 10:15 കൊട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ കൊടികയറ്റുന്നതോടുകൂടി തിരുനാളുകൾക്ക് തുടക്കം കുറിക്കുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം. അന്ന് ഇതിന് വചന പ്രഘോഷം നടത്തുക മുട്ടിനകം പള്ളി വികാരിയായിട്ടുള്ള ജോൺസൺ അച്ഛനാണ്. ശനിയാഴ്ച വൈകുന്നേരം തിരുക്കർമ്മങ്ങൾക്ക് ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട പോളിൻ ബിവേരാജൻ മുഖ്യ കാർമ്മികത്വത്തിൽ ബലിയർപ്പിക്കുന്നു. അന്നത്തെ വചന പ്രഘോഷണം കോട്ടേക്കാവ് സെൻറ്റ് തോമസ് ഫൊറോന പള്ളി വികാരിയായിട്ടുള്ള സെബാസ്റ്റ്യൻ വടക്കുംപാടനച്ഛനാണ്. 14 തീയതി ഞായറാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ ദിനമായിട്ട് ആഘോഷിക്കുക. രാവിലെ 6:30 മണിക്കുള്ള ദിവ്യബലി, അതിനുശേഷം അഭിമന്യ പിതാവിനെ രാവിലെ 10:15 സ്വീകരിക്കുന്നു. പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം. അന്ന് ഇതിന് വചന പ്രഘോഷം നടത്തുന്നത് വരാപ്പുഴ അതിരൂപതയിലെ ഫാമിലി അപ്പോസ്റ്റൽ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട യേശുദാസ് പടംപള്ളി അച്ഛനാണ്. അതിനുശേഷം അഭിമന്യ പിതാവ് തിരുഹൃദയ ഊട്ടുസദ്യ ആശീർവദിക്കുന്നു. ഈ വർഷവും 25,000-ഓളം പേർക്കാണ് നമ്മൾ ഊട്ടുസദ്യ ഒരുക്കിയിരിക്കുന്നത്. ദിവ്യബലി മധ്യേ ഈ തിരുനാളനുബന്ധിച്ച് ചെയ്യുന്ന സ്കോളർഷിപ്പ് വിതരണമുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് കളത്തിൽ ക്രിസ്റ്റഫർ ജോയിയുടെയും ആക്കപ്പള്ളി തോമസിൻ്റെയും വലിയാറ ജിതിൻ മെൻഡസിൻ്റെയും മെമ്മോറിയലായിട്ട് ആ കുടുംബം നൽകുന്ന സ്കോളർഷിപ്പ് ഉന്നത വിദ്യാഭ്യാസത്തിനർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ വർഷം ഈ തിരുനാൾ കൊണ്ട് 2 ലക്ഷം രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ വിനിയോഗിക്കുന്നു. അത് പുതിയ വീട്ടിൽ കിഷോർ എന്ന് പറയുന്ന ഈ ഇടവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മെമ്മോറിയലായിട്ട് ആ കുടുംബം നൽകുന്ന 2 ലക്ഷം രൂപ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് പറവൂർ മേഖലയിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത്. അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടെ ഈ തിരുനാളിൻ്റെ ഭാഗമാണ്. ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ തിരുനാളിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് പറവൂർ താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ, സഹവികാരി ഫാദർ വിപിൻ മുത്തലാംപറമ്പിൽ, ജനറൽ കൺവീനർ ടോമി കളത്തിപ്പറമ്പിൽ, കൈകാരന്മാരായ ജോയ് കളത്തിൽ, ചാർലി പുളിക്കൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, പറവൂർ.